ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഹോരാശാസ്ത്രകാരനായ വരാഹ മിഹിരാചാര്യൻ മകം എന്ന നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന ലക്ഷണ ശ്ലോകവും അതിൻ്റെ അർത്ഥവും, ഈ നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിലും ജനനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലക്ഷണ ശ്ലോകവും അതിൻ്റെ അർത്ഥവും പറയുന്നു. ആദ്യം നക്ഷത്രത്തിൻ്റെ ലക്ഷണം. പിത്രിയേ ജാത ബഹുഭൃത്യ ധന ഭോഗി സുര പിതൃ ഭക്ത മഹോദ്യമ ച ഭവതി. ഇതാണ് ശ്ലോക ഭാഗം. ഈ സംസ്കൃത ശ്ലോക ഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്, മകം നാളിൽ ജനിച്ചിരിക്കുന്നവൻ വളരെ ഭൃത്യന്മാരോട് കൂടിയവനും വളരെ ധനമുള്ളവനും നല്ല സുഖമുള്ളവനും ദേവന്മാരിലും പിതൃക്കളിലും ഭക്തി ഉള്ളവനും നല്ല ഉത്സാഹമുള്ളവനും ആയിരിക്കും. ഇതാണ് ഈ നക്ഷത്രത്തിൻ്റെ ലക്ഷണം പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അടുത്തത്, ഈ നക്ഷത്രം 1-ാം പാദത്തിൽ ജനിക്കുമ്പോൾ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്, രക്തദേഹ രക്തരോമ രക്താക്ഷ ഘോര ദർശന ഉത്സാഹവാൻ മഹദ്ഗ്രാഹി ച നര തൂ മഖാദൗ ജായത്തെ. ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്, ചുവന്ന നിറത്തോടു കൂടിയവനും ചെമ്പിച്ച രോമങ്ങൾ ഉള്ളവനും ചുവന്ന കണ്ണുകൾ ഉള്ളവനും ഭയപ്പെടുത്തുന്ന നോട്ടം ഉള്ളവനും ആദരിക്കേണ്ടവരെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുന്നവനും മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുന്നു. അതായത് നക്ഷത്രം ഉദിച്ച് 15 നാഴികയ്ക്കുള്ളിൽ ജനനം ഉണ്ടാകുന്നു. അടുത്തത് 2-ാം പാദത്തിൻ്റെ ലക്ഷണമാണ്. ദുർനാമവാൻ ദുർവിദഗ്ധ ഏകാകി കണ്ഠരോഗവാൻ അതിവ്യയ മനോഹ്ലാദി ച നര തു മഖായ ദ്വിതീയാംശേ ജായതേ. ഈ ശ്ലോക ഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്, അർശസ് എന്ന രോഗം ഉള്ളവനും ദുർസാമർഥ്യം ഉള്ളവനും യാതൊരു കാര്യത്തിനും സഹായം അപേക്ഷിക്കാത്തവനും കഴുത്തിൽ രോഗമുള്ളവനും വരവിനേക്കാൾ അധികമായ ചിലവുകൾ ഉള്ളവനും മനോദുഃഖങ്ങൾ ഇല്ലാത്തവനും മകം നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൽ ജനിക്കുന്നു. അതായത് നക്ഷത്രം ഉദിച്ച് 15 നാഴികയ്ക്കും 30 നാഴികയ്ക്കും ഉള്ളിലായി ജനിക്കുന്നു. ഇതാണ് അർത്ഥം. ഇനി അടുത്തത് 3-ാം പാദത്തിൻ്റെ ലക്ഷണം. കർക്കശ നിത്യ പിശുന ബലവാൻ സാധുവാചക ആന്ധ്രരോഗി മഹാഗ്രാഹി ച നര തു മഖായ തൃതീയാംശേ ജായതേ. ഈ 3-ാം പാദത്തിൽ ജനിക്കുന്ന വ്യക്തിയുടെ സ്വഭാവമായി വരുന്നത്, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, കഠിന മനസ്സുള്ളവനും എപ്പോഴും ഏഷണി പറയുന്നവനും ബലമുള്ളവനും നല്ല വാക്കുകൾ പറയുന്നവനും ആന്ധ്രരോഗിയും മഹത്തായ ഗ്രഹണ ശക്തി ഉള്ളവനും മകം നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൽ ജനിക്കുന്നു. അതായത് നക്ഷത്രം ഉദിച്ച് 30 നാഴികയ്ക്കും 45 നാഴികയ്ക്കും ഉള്ളിലായി ജനിക്കുന്നു. അടുത്തത് 4-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്.
സ്ത്രീ പ്രേഷ്യ മധുര യവച പ്രവൃത്ത അപാപക തഥാ ദന്തരോഗി സദാ കാമി ച നര മഖാന്ത്യേ ജായതേ നര. ഇതിൻ്റെ അർത്ഥം സ്ത്രീയുടെ പരിചാരകൻ ആയിരിക്കുന്നവനും എല്ലാവർക്കും പ്രിയമുള്ളവനായിട്ടും നല്ല ചരിത്രമുള്ളവനും പാപകർമ്മങ്ങൾ ചെയ്യാത്തവനും ദന്തരോഗം ഉള്ളവനും എല്ലാ സമയത്തും അധികമായ വിഷയാസക്തി ഉള്ളവനും മകം നക്ഷത്രത്തിൻ്റെ അന്ത്യപാദത്തിൽ ജനിക്കുന്നു. ഇതാണ് മകം നക്ഷത്രത്തിൻ്റെ പൊതുവായ ലക്ഷണവും നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിലും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക ലക്ഷണങ്ങളും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9625232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.